ശ്രീ രാഹുൽ ഈശ്വർ നമുക്കൊപ്പം ചേരുകയാണ്. രാഹുൽ, പഹൽഗാം ഇന്ത്യയുടെ വലിയ മുറിവ് തന്നെയായിരുന്നു. പക്ഷേ അതിന് നമ്മൾ നയതന്ത്ര തലത്തിലും സൈനിക തലത്തിലും ശക്തമായ മറുപടി പാകിസ്ഥാന് നൽകിയിട്ടുള്ളതാണ്. പക്ഷേ അത് വീണ്ടും കളിക്കളത്തിലേക്ക് കൊണ്ടുവരേണ്ടിയുണ്ടായിരുന്നു. ഇന്ത്യ കളിക്കാൻ എടുത്ത തീരുമാനം, പാകിസ്ഥാനുമായി കളിക്കളത്തിൽ യോജിക്കുന്നില്ല എന്നൊരു തീരുമാനം എടുത്തിരുന്നു. അതിനുശേഷം അത് മാറ്റി കളിക്കളത്തിലെത്തുമ്പോൾ അവിടെ ഈ വൈകാരിക പ്രകടനം ആവശ്യമുള്ളതാണ്. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ആദ്യം തന്നെ രംഗനാഥൻ സാറിന്റെ ഒരു സ്റ്റുഡന്റ് കൂടിയാണ് ഞാൻ. ഓഫ് കോഴ്സ് ക്രിക്കറ്റ് കളിക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നീട് ലൂസ് ഔട്ടായി. പക്ഷെ അദ്ദേഹത്തിന്റെ കീഴിൽ ഗുരുതുല്യനാണ്, ഗുരുവാണ്. അതുകൊണ്ട് വലിയൊരു സന്തോഷം രേഖപ്പെടുത്തുന്നു. രണ്ടാമത്തെ കാര്യം, ICC റൂൾസിലൊക്കെ പറയുന്നത് കോണ്ടാക്ട് ദാറ്റ് ഈസ് കോൺട്രറി ടു ദി സ്പിരിറ്റ് ഓഫ് ദി ക്രിക്കറ്റ്, ഇങ്ങനെയാണ് ഒരു ടെർമിനോളജി അതിനകത്ത് വരുന്നത്. അതിന്റെ താഴെ ഇത് വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതായത് ഈ ഷേക്ക് ഹാൻഡ് അടക്കമുള്ള കാര്യങ്ങൾ മാൻഡേറ്ററി അല്ല, ഇറ്റ്സ് എ ലോങ് സ്റ്റാൻഡിങ് ജെസ്ചർ എന്നുള്ളതാണ് പൊതുവെ അക്സെപ്റ്റ് ചെയ്യപ്പെട്ട ഒരു പൊസിഷൻ. ഇപ്പൊ ഇന്ത്യ എന്താ ചെയ്തത്? ഇന്ത്യയിലെ വലിയൊരു വിഭാഗം ഈ മാച്ച് കളിക്കരുത്, അതിനെതിരെ ട്വിറ്റർ ക്യാമ്പയിൻ അടക്കം ഒരുപാട് കാര്യങ്ങളിൽ വളരെ ആക്റ്റീവായി ചെയ്തിരുന്നു. എന്നാൽ വേറെ ചില ആൾക്കാർ അതൊന്നും പ്രശ്നമില്ല എന്ന് പറയുന്നൊരു സ്റ്റാൻഡ് എടുത്തു. ഇന്ത്യ ഒരു ബാലൻസ്ഡ് പൊസിഷൻ എടുത്ത് നമ്മൾ കളിച്ചു. എന്നാൽ കളിക്കുമ്പോഴും നമ്മുടെ സ്പോർട്സ്മാൻ സ്പിരിറ്റിനേക്കാൾ ഉയർന്നു നിൽക്കേണ്ട രാജ്യസ്നേഹം എന്ന സ്പിരിറ്റ് അല്ലെങ്കിൽ പാട്രിയോട്ടിക് സ്പിരിറ്റ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ കൃത്യമായിട്ടൊരു മെസ്സേജും കൂടെ കൊടുക്കുകയുണ്ടായി. നമ്മൾ ആ മാച്ചിൽ നിന്ന് മാറിപ്പോവുകയല്ല ചെയ്തത്. ഇപ്പം മുമ്പ് ഷാഹിദ് അഫ്രീദി കൂടി പങ്കെടുത്ത ആ സീനിയേഴ്സ് ലീഗ് എന്ന കാര്യം അഫ്രീദി ഉള്ളത് കൊണ്ടാണ് നമ്മൾ അത് ക്യാൻസൽ തന്നെ ചെയ്തു. യുവരാജ് സിംഗ് അടക്കമുള്ളവർ ക്യാൻസൽ ചെയ്തത്. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു സാധാരണക്കാരനല്ല, അഫ്രീദിയുടെ ചില പ്രസ്താവനകൾ പ്രശ്നം ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ആ പ്രശ്നം ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ മാത്രമല്ല, അഫ്രീദിയെ എനിക്ക് തോന്നുന്നു പാകിസ്ഥാൻകാരും ചിരിച്ചു കാണും. ഈ പഹൽഗാമിന് ശേഷം അഫ്രീദി അവിടെ ഒരു വിക്ടറി റാലി നടത്തി. അതായത് പാകിസ്ഥാനാണ് ജയിച്ചത് എന്ന് പറഞ്ഞൊരു വിക്ടറി റാലി നടത്തി. എനിക്ക് ഉറപ്പുണ്ട് അവിടുത്തെ പ്രധാനമന്ത്രിക്ക് വിളിച്ച് പറഞ്ഞാണ് അഫ്രീദിയോട്, മോനെ ഓവർ ആക്കരുതേടാ, ഇങ്ങനെ ഓവർ ആക്കിയാൽ നമ്മുടെ നാട്ടുകാർ തന്നെ ചിരിക്കും എന്ന് പറഞ്ഞ് അവർ വിളിച്ചു പറഞ്ഞാണ്. അപ്പം അഫ്രീദിക്ക് പൊളിറ്റിക്കൽ താല്പര്യങ്ങൾ ഒന്നും ഉണ്ടാകാൻ തെറ്റൊന്നുമില്ല, അതൊക്കെ അദ്ദേഹത്തിന്റെ റൈറ്റ് ആണ്, അതൊക്കെ അദ്ദേഹത്തിന്റെ അവകാശം. ഇപ്പോഴും പൊളിറ്റിക്സ് പറയുന്നുണ്ട് രാഹുൽ. മോദിയുടെ ഹിന്ദു മുസ്ലിം കാർഡാണ് ഈ കണ്ടത് എന്നതാണ് അഫ്രീദി ഈ വിഷയത്തിൽ പറയുന്നത്. രാഹുലിനെ പുകഴ്ത്താനും മറക്കുന്നില്ല. ഒരു കൗതുകമുള്ള കാര്യം കൂടെ പറയാം. അഫ്രീദി വളരെ ഔട്ട്സ്പോക്കൺ ആണ്. അഫ്രീദി പലതവണ പാകിസ്ഥാനെ വിമർശിക്കുന്നുണ്ട്. ഈ കാശ്മീർ വിഷയം പാകിസ്ഥാൻ ഇങ്ങനെ അല്ല ഡീൽ ചെയ്യേണ്ടതൊക്കെ പറഞ്ഞ് വിമർശിക്കുന്നുണ്ട്. അഫ്രീദി അദ്ദേഹത്തിന്റെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ ഔട്ട്സ്പോക്കൺ ആയിട്ടും ഡിപ്ലോമാറ്റിക് അല്ലാതെയും പറയുന്നുണ്ട്. ഇനി അഫ്രീദി കോവിഡിന്റെ കാലഘട്ടത്ത് എനിക്കൊന്ന് സിന്ധ് റീജിയനിലാണ്, അവിടുത്തെ ഒരു ഹിന്ദു ക്ഷേത്രത്തിൽ പോയി അഫ്രീദിയുടെ ഫൗണ്ടേഷനിൽ നിന്ന് കുറെ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അഫ്രീദി അവിടെ വളരെ സ്ട്രോങ് ആയി സംസാരിക്കുന്ന ഔട്ട്സ്പോക്കൺ ആയ ഒരു വ്യക്തിയാണ്. നമ്മുടെ എല്ലാ നേതാക്കളോടും വലിയ ആത്മബന്ധമാണ്. ശ്രീ അനുരാഗ് താക്കൂറിനോടൊക്കെ വളരെ അടുത്ത ബന്ധമാണ് അഫ്രീദി സൂക്ഷിക്കുന്നത്. പക്ഷെ അഫ്രീദിയുടെ ഔട്ട്സ്പോക്കൺ നേച്ചർ എല്ലാവർക്കും അറിയാം. അപ്പൊ ഒരു സെൻസിറ്റീവ് ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിന് അത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. അല്ലാത്തൊരു അവസരത്തിലാണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെയാണ് അനുരാഗ് താക്കൂറിനോട് ഒപ്പുവെക്കുന്ന ചിത്രങ്ങളൊക്കെ വളരെ വൈറലാകുന്നത്. അനുരാഗ് താക്കൂറും അഫ്രീദിയും കൂടെ ഒരുമിച്ചിരുന്ന് കാണുന്നു. എനിക്ക് അങ്ങനെ പലരോടും കാണും. പക്ഷെ പഹൽഗാം ആക്രമണത്തിൽ നമുക്കാണ് നഷ്ടം ഉണ്ടായത്. നമ്മുടെ 26 സഹോദരങ്ങളാണ് മരിച്ചത്, അല്ലെങ്കിൽ 28 സഹോദരങ്ങളാണ് മരിച്ചത്. അപ്പൊ അതിനുശേഷം സ്പോർട്സിന്റെ തലത്തിലും ഒരു സിംബോളിക് മെസ്സേജ് കൊടുക്കുക. ആ സിംബോളിക് മെസ്സേജ് ശക്തമായിട്ട് കൊടുത്തു. രാഹുൽ, അതാണ് ഞാൻ ചോദിച്ചത്. അത് ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അന്താരാഷ്ട്ര വേദികളിൽ പാകിസ്ഥാനുമായി കളിക്കുന്നില്ല എന്നുള്ള തീരുമാനം എടുത്തത് ആ ഒരു സന്ദേശത്തിന്റെ ഭാഗമായിട്ടാണല്ലോ. അത് നടപ്പിലാക്കി. പിന്നീട് അത് വിഡ്രോ ചെയ്തുകൊണ്ടാണല്ലോ ഏഷ്യ കപ്പിൽ നമ്മൾ കളിക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ അത് ആവശ്യമുണ്ടോ? അല്ല, അവിടെ പ്രശ്നം അനുരാഗ് താക്കൂർ വളരെ പ്രസക്തമായി എല്ലാവർക്കും വേണ്ടി ചോദിച്ചു. അതായത് നമ്മൾ അങ്ങനെ വിഡ്രോ ചെയ്താൽ ഗുണം പാകിസ്ഥാനല്ലേ, നമുക്ക് നഷ്ടമല്ലേ ഉണ്ടാവും, നമ്മുടെ ക്രിക്കറ്റിനും മറ്റും നമുക്ക് നഷ്ടമല്ലേ ഉണ്ടാവും. ഇതൊരു ടഫ് കോളാണ്. ഇത് രണ്ട് ഭാഗത്തെയും ഒരു പ്രത്യേക പരിധിക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയില്ല. ചില ആൾക്കാർ കണ്ണടച്ച് പറയും ഇതൊക്കെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആണ്, ഇതിൽ രാഷ്ട്രീയം ഒന്നും കലരണ്ടെന്ന് പറയും. മറുഭാഗം പറയും എന്ത് രാഷ്ട്രീയമാണ്, നമ്മുടെ ആൾക്കാരുടെ ജീവൻ പോകുമ്പോൾ അതിനെ നമുക്ക് ആ സെന്റിമെന്റ്സിനെ വാല്യൂ ചെയ്തിരിക്കാൻ പറ്റുമോ? ഇപ്പൊ ഇന്ത്യൻ ഗവൺമെന്റും BCCIയും വളരെ ആലോചിച്ചു. പ്രത്യേകിച്ച് ജയ്ഷായെ പോലെ അമിത്ഷാജിയുടെ മകനൊക്കെയാണ് അതിനെ ഹെഡ് ചെയ്യുന്നതും ലീഡ് ചെയ്യുന്നത്, ICC അടക്കമുള്ള കാര്യങ്ങളെ. അപ്പോൾ നമ്മൾ ബാലൻസ്ഡ് ആയിട്ടൊരു നിലപാടെടുത്തു, കളിക്കാം. എന്നാൽ കളിക്കുമ്പോൾ രാഹുൽ, ഇതൊരു മാച്ച് ഫിക്സിംഗ് ഒന്നും അല്ലല്ലോ നടക്കുന്നത്. ഇപ്പോ ജയിച്ചത് കൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനായി. മറിച്ചായിരുന്നു റിസൾട്ട് എങ്കിൽ എന്തായിരുന്നേനെ ഫലം? അപ്പോ എങ്ങനെയാണ് ഇത് ആ രീതിയിൽ മറിച്ചാണെങ്കിലും കൈ കൊടുക്കില്ല. മറിച്ച് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, നമ്മളൊരു മാച്ച് 10-0 പാകിസ്ഥാനോട് തോറ്റു. അതായത് പാകിസ്ഥാൻ 10 വിക്കറ്റ് ബാബർ ആസം ഒക്കെ അടിച്ചു ജയിച്ചൊരു മാച്ചുണ്ട്. കോഹ്ലി അതിനുശേഷം ചെന്ന് വളരെ ചിരിച്ച സന്തോഷത്തോടു കൂടി തന്നെ ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ട് വന്നു. അത് ഇന്ത്യയുടെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് നന്മയാണ്. അന്ന് പഹൽഗാം ഒന്നുമില്ല.
പാകിസ്ഥാൻ നന്നായി കളിച്ചാൽ നമുക്ക് അവരുടെ എത്രയോ നല്ല പ്ലേയേഴ്സിനെ ഇഷ്ടമാണ്. ഒരു വാസിം അക്രത്തിനെയും വക്കാർ യൂനിസിനെയും ഇഷ്ടമില്ലാത്ത ആര് കാണും? അവര് നമ്മുടെ എതിരാളിയാവുമ്പോൾ നമ്മളതിനെ ബഹുമാനത്തോടു കൂടി കാണുന്ന ഒരു എതിരാളികളാണ്. ശരി. അല്ലെങ്കിൽ വാസിം അക്രം ആവട്ടെ, അഫ്രീദിയുടെ ആ 36-37 ബോളിലെ സെഞ്ചുറി നമ്മൾ ആസ്വദിച്ചിട്ടില്ലേ? പക്ഷേ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഹൈ ആണ്. പക്ഷേ ഇത്തരം ആൾക്കാർ മരിക്കുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ വികാരം എക്സ്പ്രസ് ചെയ്യാൻ സൂര്യകുമാർ യാദവിന്റെ ആ പ്രസ് മീറ്റ് കാണണം. നമ്മുടെ രാഷ്ട്രീയക്കാർ പോലും കണ്ടുപിടിക്കേണ്ടതാണ്. വളരെ മെഷേർഡായി, ഒട്ടും ഓവറാക്കാതെ, മിതത്വത്തോടെ, എന്നാൽ ശക്തിയുക്തം അദ്ദേഹം ആ മറുപടി പറഞ്ഞത് നമ്മുടെ പല രാഷ്ട്രീയ നേതാക്കളും പാഠം പോലും ആക്കണം. അപ്പം വളരെ ബാലൻസ്ഡ് ആയിട്ട് ഇന്ത്യ റെസ്പോൺസ് കൊടുത്തു. അത് നമുക്ക് അഭിമാനിക്കുകയും ചെയ്യണം. ശരി, കളിക്കളത്തിലുമുള്ള ഇന്ത്യയുടെ മറുപടി എന്ന നിലയിലാണ് രാഹുൽ അതിനെ കാണുന്നത്. ശ്രീ രംഗനാഥ്